സമരം പ്രഖ്യാപിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് PG ഡോക്ടർമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച ആരോഗ്യമന്ത്രി. ഉച്ചയ്ക്കാണ് ചർച്ച. വൈകിട്ട് DMEയുടെ നേതൃത്വത്തിലും ചർച്ചയുണ്ട്. ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന OP ബഹിഷ്കരണം PG ഡോക്ടർമാർ പിൻവലിച്ചിരുന്നു. എന്നാൽ ഉന്നയിച്ച വിഷയങ്ങളിൽ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ തുടർ സമര പ്രഖ്യാപനമെന്ന് PG ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. സ്വാജു വിവരങ്ങളുമായി. ദീർഘകാലമായി ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് മുന്നോട്ട് വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി ചെറിയ തോതിലുള്ള സൂചനാ പണിമുടക്കൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിവൃത്തിയില്ലാതെ വലിയ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണോ PG ഡോക്ടർമാർ? ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്ര മണിക്കാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്? സ്വാതന സ്മൃതി, നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 4 ദിവസമായിട്ട് KGM-CTA നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ OP ബഹിഷ്കരണം നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് PG ഡോക്ടർമാർ കൂടി ഇന്നലെ ഒരു സമരം പ്രഖ്യാപിച്ചത്. അവർ ഇന്ന് OP ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയിരുന്നത്. ഇന്നലെ രാത്രി വൈകി ഒരു അടിയന്തര ചർച്ച ആരോഗ്യവകുപ്പ് ഇവരുമായി നടത്തിയതിന് പിന്നാലെയാണ് ഇവർ ഇന്ന് നടത്താനിരുന്ന OP ബഹിഷ്കരണം എന്തായാലും പിൻവലിച്ചിരിക്കുന്നത്. ആ OP ബഹിഷ്കരണം നാളെ മുതൽ നടത്തും എന്നുള്ള കാര്യമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീണ്ടും ഒരു ചർച്ചയ്ക്കായിട്ട് ഈ വിദ്യാർത്ഥികളെ PG ഡോക്ടർമാരെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തുവാൻ വേണ്ടിയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാത്രമല്ല, നിലവിൽ DMEയുടെ ഓഫീസിൽ നിന്ന് കൂടി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ PG ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇവർ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്മൃതി ഈ ഒരു സമരത്തിലേക്ക് കടക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവർക്ക് ഈ KGM-CTA നേതൃത്വത്തിൽ മുതിർന്ന ഡോക്ടർമാർ, സീനിയർ ഡോക്ടർമാരൊക്കെ തന്നെയും സമരം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കും ഇവരുടെ അധ്യാപകരാണ്. അതുകൊണ്ട് കൃത്യമായി ഇവർക്ക് പഠനം ലഭിക്കുന്നില്ല. അവർ OP ബഹിഷ്കരണം മാത്രമല്ല, അധ്യാപനം കൂടി മുടക്കിക്കൊണ്ടാണ് ഇവർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ പഠനത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുന്നു. ഇപ്പോൾ അവസാനത്തെ PG ബാച്ച് അവർ പുറത്തിറങ്ങാൻ ഇനി 5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും അതുപോലെ തന്നെ അവരുടെ മറ്റ് പഠനവും എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റൈഫൻഡിന്റെ വിഷയത്തിൽ സർക്കാർ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. 2023 16% ഇൻക്രിമെന്റ് നൽകേണ്ടതായിരുന്നു സ്റ്റൈഫൻഡിന്. പക്ഷേ അത് കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധത്തിലേക്ക് കടക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ എന്തായാലും ഈ PG ഡോക്ടർമാരുടെ സംഘടനയായ KMPGA പ്രസിഡന്റ് പ്രണവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ എത്ര മണിക്കാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്? നമ്മളോട് ഉച്ചയാകുമ്പോഴേക്കൊന്ന് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും പോകുന്നുണ്ട് ചർച്ച. നമ്മൾ പോസിറ്റീവായിട്ടായിരുന്നു നമുക്ക് ഇന്നലെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ വാക്കാലൊരു ഉറപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. വാക്കാൽ ഉറപ്പുകൊണ്ട് നമുക്ക് ഒരിക്കലും സമരം പിൻവലിക്കാൻ പറ്റില്ല. റിട്ടേൺ ആയിട്ട് ഗവൺമെന്റ് ഓർഡർ ആവശ്യപ്പെടുന്ന ആവശ്യം ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ വെക്കുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. സ്വാതന്ത്ര്യ വിവരങ്ങൾ നൽകിയത്.